സഖാക്കളെ ഇതിലെ നിങ്ങളുടെ സഖാക്കന്മാരുടെ അപ്പോസ്തലനായ, അതായത് സോഷ്യൽ മീഡിയ സഖാക്കളുടെ അപ്പോസ്തലനായിട്ടുള്ള അർജുൻ ആയങ്കെ മാല പൊട്ടിക്കലല്ല, സോറി, സ്വർണം പൊട്ടിക്കൽ. അപ്പോൾ മാല ഏതാ സ്വർണം ഏതാ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം സ്വർണം പൊട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം മനസ്സിലാക്കുന്നില്ല. ഞാനും ആദ്യം ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാല പൊട്ടിക്കാൻ പോകുന്നു, മാല പൊട്ടി അങ്ങനെ അതാണ് കരുതിയത്. പക്ഷെ സ്വർണം പൊട്ടിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡീലിങ്സ് ആണ്. അധോലോകത്തിൽ പോയി അധോലോകത്തിൽ നിന്ന് വരുന്ന സ്വർണം അത് വേറെ ആൾക്ക് കൊടുക്കാൻ പോകുന്നു, അവിടെ നിന്ന് മോഷ്ടിച്ച് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകൾ, ഇവര് സാമൂഹ്യ മാധ്യമങ്ങൾ CPM-ന് വേണ്ടിയിട്ട് വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇതെല്ലാം മറയാക്കിക്കൊണ്ട് വലിയ വലിയ ഗുണ്ടാ തലവന്മാരായിട്ട് മാറുന്നത്? ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ളവരെല്ലാം ഒരു കാലത്ത് SFIയിലെയോ DYFIയിലേക്കുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതിലേക്ക് കടന്നു വരുന്നു. പിന്നെ പാർട്ടി സഖകളിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സംരക്ഷണം, അവരെ എന്ത് ക്രൈം ചെയ്താലും പാർട്ടി സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം അവരിലേക്ക് എത്തുന്നു. ഇതോടെ അവർ പൂർണ്ണമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, കാശുണ്ടാക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ നിരവധി സഖാക്കളുടെ കാര്യങ്ങൾ എടുത്ത നിരവധി CPM പ്രവർത്തകർ, അല്ലെങ്കിൽ നേരിട്ട് CPM-മായി ബന്ധമുണ്ടാവില്ല. ഇപ്പൊ അർജുൻ ആയങ്കിയെ പോലെ പാർട്ടി അംഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പാർട്ടിയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ CPM-ന് വേണ്ടി മാത്രം സംസാരിക്കുന്ന, CPM-നെ മാത്രം ന്യായീകരിക്കുന്ന, CPM-ന്റെ എതിരായിട്ട് നിൽക്കുന്നവരെ ആക്രമിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ അർജുൻ ആയങ്കിയെല്ലാം. ഇവരെല്ലാം ചെയ്യുന്ന പലർക്കും അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകളിൽ പോയി കമന്റ് ഇടാൻ വലിയ പേടിയാണ്. കാരണം ആ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന ഭീഷണികളാണ് മുഴക്കുന്നത്. കഴിഞ്ഞ 10 വർഷം CPM ഭരണത്തിന്റെ കീഴിൽ എന്തൊക്കെ വൃത്തികേടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ലെന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് തന്നെ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഒരു മാഫിയ സംഘമായിരിക്കാം ഈ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത്. ആ സംഘത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന ടീമുകളായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവർ എത്രത്തോളം ഭീകരരാണ് എന്നുള്ളതാണ്. കാരണം എല്ലാ നിയമ സംവിധാനങ്ങളെയും ഇതിനെയും വെല്ലുവിളിച്ച്, അല്ലെങ്കിൽ അഴിമതിയിലൂടെ പണം കൊടുത്തും അവനെ സ്വാധീനിച്ചും ഒരു വലിയ എമൗണ്ടിലുള്ള സ്വർണം വിദേശത്ത് നിന്നും മറ്റും കടത്തിക്കൊണ്ടുവരുന്നു. അവർ തന്നെ ഒരു വലിയ മാഫിയാണ്. വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന ഒരു വലിയ മാഫിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അവരിത് തിരുവനന്തപുരം അല്ലെങ്കിൽ ഏതെങ്കിലും വിമാനത്താവളത്തിലെത്തി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ കൊണ്ടുവന്ന മാഫിയ ടീമിന്റെ കാരിയർമാരെ ആക്രമിച്ച് ഈ സ്വർണം കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഈ കാരിയർമാരെ പണം നൽകി സ്വാധീനിച്ചാണോ അല്ലെങ്കിൽ ആക്രമിച്ചോ, ഏത് രീതിയിലാണെങ്കിൽ ഈ സ്വർണം തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പൊ ഇതിൽ ആരാണ് ഏറ്റവും വലിയ ക്രിമിനൽ എന്നുള്ളതാണ് സംശയം തോന്നുന്നത്. മാഫിയായിട്ട് സ്വർണം കൊണ്ട് കള്ളക്കടത്ത് നടത്തുന്നവരാണോ അത് പൊട്ടിച്ചുകൊണ്ടു പോകുന്നവരാണ്? ഇവർക്ക് എല്ലാ കാലത്തും CPM-ന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. 10 വർഷക്കാലം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ആദ്യം പറയുകയും പിന്നെ നിഷേധിക്കുകയും ചെയ്താണ് മലപ്പുറത്തൊക്കെ നടക്കുന്ന ഒരു സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? വിമാനത്താവളത്തിൽ വന്നിട്ട് ഇറങ്ങുന്ന സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്ന സംഘങ്ങളിൽ ആരാണ് അംഗങ്ങളായിട്ടുള്ളത്? ഇപ്പൊ ആരാണ് അറസ്റ്റിലായത്? കുറച്ച് നാൾ മുമ്പല്ലേ, 2 ദിവസം മുമ്പല്ലേ CPM-ന്റെ തന്നെ ഒരു വലിയ മുതിർന്ന നേതാവ് ഈ ഒരു കേസിൽ, ഇവിടെ സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ അറസ്റ്റിലായത്. ഇപ്പൊ അയാളുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? എല്ലാവരും CPM-കാരാ. CPM-ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവർ CPM-ന് വേണ്ടി. ഇതെല്ലാം കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എന്നാണ് മറ്റൊരു കാര്യം. അല്ല, അത് അവിടെയാണ് വലിയ സംരക്ഷണം കിട്ടുന്നത്. നിങ്ങൾ എന്ത് ക്രൈം ചെയ്താലും നിങ്ങളെ CPM സംരക്ഷിക്കും എന്നുള്ള സന്ദേശം നൽകിയാണ് ഇവരെല്ലാം പുറത്തേക്ക് വിടുന്നത്. ഇപ്പൊ ഭരണം മാറിയപ്പോഴാണ് ഈ അർജുൻ ആയങ്കി, ആകാശ് തില്ലങ്കേരിയൊക്കെ ഒന്ന് ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചടി നേരിടുന്നതോ. ഒരു SHO ഈ ആകാശ് തില്ലങ്കേരി അടക്കമുള്ള സഹകാരികളെല്ലാം ഇവരെല്ലാം ഒരു റിസോർട്ടിൽ ഒത്തുകൂടി എന്തൊക്കെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഗൂഢാലോചന നടത്തുകയാണെന്നുള്ള വിവരം ലഭിച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത ഒരു SHOയെ ഏത് രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന് നമ്മൾ കേട്ടതാണ്. നിങ്ങൾ പെൻഷൻ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം, എന്റെ തലയിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ വിടില്ല എന്ന് ഒരു SHOയോട് പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം ഇവർ ഇതാണ് അനുഭവിച്ചു വന്നിരുന്നത്. ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംരക്ഷണം അതായിരുന്നു. ഇപ്പൊ ഭരണം മാറിയപ്പോഴാണ് ഈ കേസുകൾ വരുന്നത്, ഈ തിരിച്ചടികൾ നേരിടുന്നത്. ഈ CPM ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് നിർത്തുന്നുണ്ടോ തന്നെ ഈ പറയുന്ന പകുതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിൽക്കുന്നുള്ളതാണ്. അല്ല, ഇതിനു മുമ്പിട്ടും CPM വരെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പല വിഷയങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പിട്ടും സ്വർണം പൊട്ടികൾ കേസുമായിട്ട് അർജുൻ ആയങ്കിയുടെ പേര് വന്നിട്ടുണ്ട്. ജയിലിൽ പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അർജുൻ ആയങ്കി മാത്രമല്ല, ഈ തില്ലങ്കേരി സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പ്
തന്നെയുണ്ട്. ഇവരെല്ലാം വലിയ രീതിയിൽ ശക്തമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ആളുകളാണ്. ഇതിന്റെ അടിയിലേക്ക് വന്നിട്ട് ഇവർക്ക് കൊമറേഡ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നതും തീപ്പൊരി കൊടുക്കുന്നതും ചെങ്കൊടി ചിഹ്നം കൊടുക്കുന്നതും ആളുകളെ നമുക്ക് ഒരുപാട് പേരുണ്ട്. അപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ ഒരു വലിയ ഞങ്ങൾ എന്തോ വലിയൊരു സംഭവമാണ്, ഈ പാർട്ടി ഇപ്പോഴും സംഘർഷമാണല്ലോ, പാർട്ടിയെ സംബന്ധിച്ച് വിപ്ലവം അത് തന്നെ, അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വാക്ക്. വിപ്ലവം നടത്തി ഈ പാർട്ടി ഇപ്പോഴും ഈ കാണുന്ന രീതിയിൽ എല്ലാവരും ഭയപ്പെടുന്ന രീതിയിലേക്ക് എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിർത്താൻ പ്രാപ്തമാക്കിയത് ഞങ്ങളാണ് ഇതിന്റെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവർ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നേതൃത്വം കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ്. ഇവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ CPMന്റെ നേതൃത്വം കണ്ണടച്ച് അംഗീകരിച്ചു കൊടുക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ കേസിന്റെ വക്കത്തിൽ എത്തിയാൽ ഇവരെ രക്ഷിക്കുന്നു, ഇവർക്ക് എല്ലാവിധ ഉറപ്പുകളും കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇവര് ഈ രീതിയിൽ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുകയും സോഷ്യൽ മീഡിയയുടെ വലിയ ഹീറോകളായിട്ടാണ് ഓരോ റീലുകൾ പോസ്റ്റ് ചെയ്യുന്നത്. പോലീസിനെതിരെ നടപടിയെടുക്കുന്നു, ജാമ്യത്തിൽ നിൽക്കുമ്പോൾ പോലും യാതൊരു മടിയില്ലാതെയാണ് റീലുകൾ എടുത്ത് ചിത്രീകരിച്ചിരുന്നത്, SHO പോലും വെല്ലുവിളിക്കുന്നത്. ഇതിനുള്ള ധൈര്യമാണ് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഇപ്പോൾ ഷുഹൈബ് വധക്കേസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആകാശ് തില്ലങ്കേരി പോലുള്ള ആളുകളൊക്കെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇവരെല്ലാം ഞങ്ങളെന്തോ വലിയ സംഭവമാണ്, ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം പാർട്ടിയുണ്ട്, എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും എന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികൾ ഞങ്ങളോടൊപ്പം നിൽക്കും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇവരുടെ എല്ലാം ഒരു പോസ്റ്റിന്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആ SHOയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിൽ അദ്ദേഹം ഞാനെന്തോ ഒരു പുണ്യവാളനാണ്, ഞാൻ കഴിഞ്ഞ കാലത്തെ തെറ്റുകളെല്ലാം തിരുത്തി മാറി ചിന്തിക്കുന്ന ഒരു കുഞ്ഞാടാണ് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. പക്ഷേ അതിന്റെ അടിയിലേക്ക് വന്നിട്ട് കോമറേഡ് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്ന ഇതിന് പിന്തുണ കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചു, അവിടെ ഒരു പോലീസുകാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് എന്താണ്, ഒരു സംഘം ആളുകൾ, അതായത് നേരത്തെ ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആകാശ് തില്ലങ്കേരി തന്നെ ഇപ്പോൾ ഏത് കേസിനാണ് മാധ്യമങ്ങൾ ശ്രദ്ധ നേടുന്നത്? സ്വർണം പൊട്ടിക്കൽ കേസാണ്. സ്വർണം പൊട്ടിക്കൽ എന്താണ്, ഒരു അധോലോക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസുകളാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ, വേണമെങ്കിൽ അധോലോക നേതാക്കന്മാർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇവർ ഒത്തുകൂടുമ്പോൾ പോലീസിന് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ? അവരെ പിടിച്ചില്ലെങ്കിൽ കാര്യക്ഷമമില്ലാത്ത പോലീസ്, ഇവിടെ പോലീസ് എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുകയാണോ എന്ന് ചോദിക്കും. പിടിച്ചു കഴിഞ്ഞാലോ ഇവരുടെ ഭീഷണി പുറകെ. അപ്പോ പോലീസുകാർക്കും ഭയമുണ്ട്. ഈ പോലീസുകാരെ സംബന്ധിച്ച് യൂണിഫോം ഇല്ലാത്ത പോലീസുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. യൂണിഫോം ഇല്ലെങ്കിൽ അവന് പട്ടി വിലയാണ്. കാരണം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് SFIയുമായിട്ടൊരു സംഘർഷം നടക്കുമ്പോൾ ഒരു പോലീസുകാരൻ SFIക്കാരനെ അടിച്ചതിന്റെ പേരിൽ അവനെ മാളിൽ കയറി, അതായത് അവൻ ഓഫീസ് ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് കുടുംബത്തോടൊപ്പം വെളിയിൽ പോകുന്ന സാഹചര്യത്തിൽ കൂട്ടത്തോട് വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. എത്ര പോലീസുകാരിൽ തന്നെ അത് ഭിന്നത ഉണ്ടാക്കി. കാരണം പോലീസിനുള്ളിൽ തന്നെ ഇവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഈ 10 വർഷം ഉണ്ടായിരുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗുണ്ടാപ്പണികളൊക്കെ എല്ലാവരും നിർത്തിക്കൊള്ളാൻ. ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയെ പോലെയും അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രിയുണ്ട്. ഇപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഇതെല്ലാം എന്തോ പ്രിവിലേജ് ആണ്, പാർട്ടി നൽകുന്ന പ്രിവിലേജ് ആണ്. ഇപ്പോൾ കണ്ണൂര് തന്നെ ഇതിലും വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പിട്ട് DYFI നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. DYFI തന്നെ ഇവർക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇവരുടെ ശല്യം സഹിக்க വയ്യാതെ വലിയ രീതിയിൽ, ഇപ്പോൾ നമുക്കറിയാം ഈ മാഫിയകൾ വളരുമ്പോൾ അത് ആർക്കാണ് ഗുണകരമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM വളർത്തിയ മാഫിയകളാണ്. പക്ഷെ CPMന് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അതുകൊണ്ട് DYFI ഇവർക്കെതിരെ ഒരു സമരവുമായിട്ട് പോകുന്നു, വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നു. കണ്ണൂർ ചെന്ന് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഇതിനെതിരെ സംസാരിക്കാൻ പോകുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫ് ആക്കുന്നു. കണ്ണൂരാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് അപ്പോൾ അത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അത് ഓഫ് ആക്കാനുള്ള അവരുടെ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് CPM വളർത്തിയ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ ഒരു സംഘം മാഫിയ. ആ മാഫിയ ഇന്ന് ആ പാർട്ടിക്ക് മുകളിൽ വന്ന് നിൽക്കുകയാണ്. ആ പാർട്ടി ഇന്ന് അവരെ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് മുകളിൽ എത്തിയിരിക്കുന്നു ആ മാഫിയ എന്നാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് യഥാർത്ഥത്തിൽ CPM കൂടിയല്ലേ? തീർച്ചയായും. കാരണം CPM ഇതിൽ മറുപടി പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പല പല കേസുകളിൽ പ്രതിയായി ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതാണ്. ഇവരാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൃത്യമായും വ്യക്തമായും തെളിവോടുകൂടി പുറത്തു വന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ഇവരുടെ ജാമ്യം റദ്ദാക്കാനോ
ഇവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ CPM അന്ന് ഭരിച്ചിരുന്ന സർക്കാരോ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് ഇപ്പൊ CPM അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് CPM തന്നെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടതല്ലേ, പോരാളി ഷാജി അടക്കമുള്ളവരെ എം വി ഗോവിന്ദൻ MV ജയരാജനൊക്കെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വന്നു. കാരണം സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞ് ഇവരെല്ലാം അങ്ങ് കയറൂരി വിട്ടു. അല്ല, അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന ആളുകളുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ പറയേണ്ട സാഹചര്യം എത്തി. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയറൂരി വിട്ടു, ഇവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്തു, ഇവർക്ക് എല്ലാ സംരക്ഷണവും കൊടുത്തു. അവരതങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ CPM അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. അതുകൊണ്ടാണ് ഈ പോരാളി ഷാജിയെയും ഈ തില്ലങ്കേരി സഖാക്കളെയൊക്കെ തള്ളി പറയേണ്ട അവസ്ഥ CPM വന്നത്. കാരണം അവരുടെ പിടിയിൽ നിന്ന് അവരെക്കാൾ വലിയ രീതിയിൽ വളരെ മുന്നോട്ട് പോയി. ഇനി ഇത് പ്രസ്ഥാനത്തിന് ഒരു ബാധ്യതയാവുന്ന സ്ഥിതി വന്നു. അതുകൊണ്ടാണ് തള്ളി പറയുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷെ ഇപ്പോ സർക്കാർ വന്നപ്പോൾ എന്തായി, ഓരോ കേസുകളിലായി ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഷുഹൈബ് വധക്കേസിലെ പ്രതികളായിരുന്ന ആകാശ് തില്ലങ്കേരിയുടെയൊക്കെ ജാമ്യം അങ്ങനെയാണ് സർക്കാർ അപ്പീൽ പോയി അത് ഇടപെട്ട് ജാമ്യം റദ്ദാക്കി. അതുപോലെ മറ്റു കേസുകളുണ്ട്. ഇവരിൽ പലരും കാപ്പയടക്കമുള്ള ചുമത്താൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ CPM ആനുകൂല്യം കൊണ്ടാണ് ഇതൊന്നും ഇല്ലാതെ നടക്കുന്നത്. ഇനി അത് നടക്കത്തില്ല. കാരണം ഗുണ്ടകളോട് പണി നിർത്താൻ പറഞ്ഞത് ഗുണ്ടകളോട് പണി നടത്താൻ പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയാണ്, പോലീസിന് മുഴുവൻ സ്വാതന്ത്ര്യം കൊടുത്ത ആഭ്യന്തരമന്ത്രിയാണ്. പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചപ്പോൾ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആഭ്യന്തരമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കി ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയൊക്കെ ഓർത്ത് കളിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.